യുപിയിൽ ഇന്ത്യ സഖ്യം മുന്നേറുന്നു, രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ മുന്നേറ്റം മാറി മറിയുന്നു. യെസ്, അതാണ് അത്ര എളുപ്പമല്ല. പ്രധാനമന്ത്രി പിന്നിൽ കണക്കൊന്ന് പറയാം. ഇന്ത്യ 269, ഇന്ത്യ സഖ്യം 207 മാറി മറിയുന്നു. വൻ കുതിപ്പ്. വളരെ ശക്തമായ ഒരു എക്സിറ്റ് പോളുകൾ അപ്രസക്തമാകുമോ? യാതൊരു സംശയവും വേണ്ട. എക്സിറ്റ് പോളുകൾക്ക് അപ്പുറത്തേക്കുള്ള ജനകീയ വിഷയങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനമുണ്ട് എന്ന് നമ്മളൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഏതായാലും ജയപരാജയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. മോദിയുടെ BJPയുടെ ശക്തമായ NDAക്കെതിരായ മുന്നണി വളരെ ശക്തമായ സ്വാധീനവും സാന്നിധ്യവും ഈ തെരഞ്ഞെടുപ്പിലുണ്ട് എന്ന യാഥാർത്ഥ്യത്തെയാണ് പ്രതിഫലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജയപരാജയങ്ങളൊക്കെ മാറ്റിവെക്കുക, അത് ഇനിയും സമയമുണ്ട് അസസ് ചെയ്യാൻ. പക്ഷേ ആ മുന്നണി വളരെ ശക്തമായി ഇപ്പോൾ രാജസ്ഥാനിൽ കാട്ടുന്നത് ഒരു വലിയ ട്രെൻഡാണ്. മഹാരാഷ്ട്രയിൽ ലീഡ് ചെയ്യുന്നു, UPയിൽ ലീഡ് ചെയ്യുന്നു എന്ന് വരുന്നത് തന്നെ ഏറ്റവും വലിയൊരു വാർത്തയാണ്. UPയിൽ ഇന്ത്യ സഖ്യം ലീഡ് ചെയ്യുന്നു. 80 മണ്ഡലങ്ങളുള്ള ആ സംസ്ഥാനത്ത് 64 സീറ്റുകൾ BJP മുന്നണിയുടെ കയ്യിലാണ്. കേവലം 5 സീറ്റാണ് സമാജ്വാദി പാർട്ടിക്കുള്ളത്. അവിടെ നിന്ന് എത്ര സീറ്റ് നേടിയാലും അത് നേട്ടം തന്നെയാണ്. ഒരു സീറ്റ് കുറഞ്ഞാൽ പോലും അത് BJPയെ സംബന്ധിച്ച് വലിയ നഷ്ടത്തിലേക്കുമാണ് പോവുക. ആ നിലയിലുള്ള കണക്കൂട്ടലാണ് ആ മുന്നണി, ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകുന്നത്.